സർ, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75-ാം പിറന്നാൾ. നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ശരിക്കും ഒരു ഒരു സൂര്യ തേജസ്സോടെ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ യശസ് അത്ര കണ്ട്. നമ്മുടെ ഭാരതത്തിന്റെ യശസ്, അദ്ദേഹത്തിന്റെ യശസ്. 75 തികയുന്ന നരേന്ദ്രമോദി ഒരല്പം സംസാരിക്കാൻ പറ്റും. ആദ്യമേ തന്നെ നമ്മുടെ പ്രിയങ്കനായ പ്രധാനമന്ത്രിക്ക്, ലോകം ആദരിക്കുന്ന പ്രധാനമന്ത്രിയുടെ 75-ാം ജന്മദിനത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഈ സുദിനം ഒരർത്ഥത്തിൽ നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച് വളരെ അധികം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കൊരു തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 11 വർഷങ്ങൾ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം നേടിയ വികസനങ്ങൾ. അതിനു മുമ്പ് തന്നെ അദ്ദേഹം 2001 മുതൽ മുഖ്യമന്ത്രിയായിട്ട് ഗുജറാത്ത് സംസ്ഥാനത്തില് ഭരണം നിർവഹിക്കുകയും, അതായത് അദ്ദേഹത്തിന്റെ ഭരണരംഗത്തെ അദ്ദേഹത്തിന്റെ ഏതാണ്ട് 24 വർഷങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ തരത്തില് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള തലത്തിലേക്കുള്ള വളരെ വിജയകരമായ പ്രകടനം, 3 തിരഞ്ഞെടുപ്പുകൾ വിജയിച്ചതിന് ശേഷം അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ വരികയും, ഏതാണ്ട് 30 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുകയും മുന്നണി സംവിധാനത്തിലൂടെ 2014 അധികാരത്തിൽ വന്നു. 19 കുറച്ചുകൂടെ വിജയം വരിച്ചുകൊണ്ട് 303 സീറ്റുകളുമായി NDA മുന്നണി തന്നെ തുടരുകയുണ്ടായി. 3ാമത്തെ തെരഞ്ഞെടുപ്പിൽ BJPയെ വീണ്ടും അധികാരത്തിലേക്ക് എത്തിക്കുന്നതിന് കഴിഞ്ഞു. ആ തരത്തില് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ്, നമ്മുടെ ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള തലത്തില്, രാഷ്ട്രീയ നേതാവ് എന്നുള്ള തലത്തില് ഇന്ത്യൻ രാഷ്ട്രീയത്തില് നമുക്ക് പകരം വെക്കാനില്ലാത്ത ഒരു നേതൃത്വമാണ് നരേന്ദ്രമോദിയുടെ. കാരണം അദ്ദേഹത്തിന്റെ സംസ്ഥാന ഭരണത്തിലെ റെക്കോർഡും അദ്ദേഹത്തിന്റെ രാഷ്ട്രത്തിന്റെ നേതൃത്വത്തിൽ നൽകിയ റെക്കോർഡും കൂടെ ഒന്നിച്ച് നമ്മൾ വായിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് നരേന്ദ്രമോദിയെ നമുക്ക് ഈ ഒരു ഏതാനും നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനെ നമുക്ക് പറയുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം അത്രയധികം മേഖലകളിൽ അദ്ദേഹത്തിന്റെ ടച്ച് ഉണ്ടെന്നുള്ളത്. അപ്പം ആദ്യമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മുടെ രാഷ്ട്രത്തിനുണ്ടായ ഒരുപാട് സാമ്പത്തികമായ മാറ്റം, അന്താരാഷ്ട്ര തലത്തിലെ രാജ്യത്തിനുണ്ടായ മാറ്റങ്ങൾ, വികസന മേഖലയിൽ ഇൻഫ്രാസ്ട്രക്ചർ ലെവലിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം പറയുന്നതിന് മുന്നോടിയായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തത് അദ്ദേഹത്തിന്റെ നമ്മുടെ ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട അമ്മമാരുടെ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി അത്തരം വിഷയങ്ങളിലേക്ക് കടന്നു വരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ അമ്മ അനുഭവിച്ച അതായത് പുകയുന്ന അടുപ്പിന്റെ മുന്നിലിരുന്ന് പാചകം ചെയ്യുന്ന അമ്മമാരെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വേദന, അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഉജ്ജ്വല സ്കീം കൊണ്ടുവരുന്നത്. അതായത് ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിൽ നിന്ന് കോടിക്കണക്കിന് അമ്മമാർക്കും സ്ത്രീകളും ഇന്ന് ഗ്യാസ് അടുപ്പിന്റെ അതിന്റെ ഗുണഭോക്താക്കളായി മാറി എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് അവരുടെ ഭവനങ്ങളിലേക്ക് ഇലക്ട്രിസിറ്റി എത്തിക്കുന്നു. ഗ്രാമീണ സഡക് യോജന എന്നുള്ള സ്കീമിൽ, അതിൽ പ്രധാനമന്ത്രി ആവാസ് യോജന, അതിലും കോടിക്കണക്കിന് ഭവനങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. അങ്ങനെ സ്ത്രീകളുടെ വിഷയത്തിൽ അതുപോലെ തന്നെ ഡയറക്റ്റ് ബെനിഫിഷ്യറീസ് ട്രാൻസ്ഫർ എന്നുള്ള സിസ്റ്റത്തിലൂടെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഓരോ രൂപയും അവരുടെ അക്കൗണ്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ആ തരത്തിൽ സ്ത്രീ ശാക്തീകരണത്തിനും ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് അദ്ദേഹം നൽകിയ ഊന്നൽ, അത് ഞാൻ പറയാൻ കാരണം മറ്റൊരുപാട് മേഖലയിലെ വികസനത്തിന് മുന്നേ തന്നെ ഭാരതത്തിന്റെ യഥാർത്ഥത്തിലെ അമ്മമാരുടെ വിഷയങ്ങളെ ഇത്രയധികം അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനമന്ത്രി അത് കേവലം അഡ്രസ്സ് ചെയ്യുകയല്ല, അത് എഫക്റ്റീവായി നടപ്പാക്കുകയും ചെയ്തു. അപ്പൊ അത് ഒരു ഭാഗം നിൽക്കണം. മറ്റൊന്നും സ്വച്ഛ ഭാരത് അഭിയാൻ പോലെയുള്ള വിഷയങ്ങൾ, ആ തരത്തില് ആണ് ഞാൻ അതിനെ ഏറ്റവും കൂടുതൽ ആദ്യമായി ഞാൻ മുന്നിലോട്ട് കൊടുക്കുന്നത്. കാരണം ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വികസനം. ഇനി നമ്മൾ നേരെ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ റോളിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിലും, നമ്മുടെ രാജ്യം ഇന്ന് അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ ലോക സാമ്പത്തിക ശ്രേണിയിൽ നമ്മുടെ രാജ്യം 10ാമത്തെ രാജ്യമായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ 4ാമത്തെ സമ്പദ് ശക്തിയായി വളർന്നിരിക്കുന്നു. ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ 3ാമത്തെ സമ്പദ് ശക്തിയായി, ചൈനയ്ക്ക് തൊട്ടു പുറകെ ഭാരതം വരും. ആ തരത്തിൽ വലിയൊരു വിജയം സാമ്പത്തിക രംഗത്ത് നമ്മുടെ വളർച്ച. അതുപോലെ അന്താരാഷ്ട്ര മേഖലയിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള, കാരണം കഴിഞ്ഞ 11 വർഷമായിട്ട് ലോക രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം എന്നുള്ള തലത്തിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള
ഒരു പ്രധാനമന്ത്രി എന്നുള്ള തരത്തിൽ. കാരണം അദ്ദേഹത്തിന്റെ കണ്ടിന്യൂറ്റി ആണ് ഒരു പ്രധാന കാരണം. കാരണം ഭാരതത്തിന്റെ നേതൃത്വത്തിന് ലോകത്തിന് മാതൃകയാകുന്ന തരത്തിൽ ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ഇന്ന് നമുക്കറിയാം പാലസ്തീൻ ജനതയും ഇസ്രയേലും ഒരുപോലെ ഭാരതത്തെ മാനിക്കുന്നുണ്ട്. ഉക്രൈനും റഷ്യയും ഒരുപോലെ ഭാരതത്തെ മാനിക്കുന്നുണ്ട്. അതുപോലെ മറ്റ് ലോകരാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഭൂരിപക്ഷം യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ എല്ലാം തന്നെ ശ്രീ നരേന്ദ്രമോദി അതിശക്തമായ ജനപിന്തുണ, അവിടുത്തെ ജനങ്ങളുടെ സ്നേഹവും ബഹുമാനവും ആർജിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ലോകത്തിന്റെ ബഹുമാനം ആർജിച്ചു കഴിഞ്ഞു. ഇതിൽ നമ്മുടെ രാജ്യം നമ്മുടെ ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്കുള്ളിൽ നമുക്കറിയാം നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകത്തിന്റെ മുന്നിൽ, നമ്മുടെ ജനതയുടെ മുന്നിൽ നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത് എങ്ങനെയാണ് ഭാരതത്തിന് പ്രതിരോധിക്കാൻ കഴിയുക എന്ന് വളരെ 48 മണിക്കൂറുകൾ കൊണ്ട് തെളിയിക്കുകയും അതൊരു യുദ്ധത്തിലേക്ക് പോകാതെ രാജ്യത്തിനെ യുദ്ധത്തിലേക്ക് വലിച്ചെറിക്കാൻ എളുപ്പമാണ്, നമുക്കറിയാം. പിന്നെ അത് യുദ്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് അത് നിർത്തുന്നത് അതിനേക്കാളും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് നമ്മൾ റഷ്യയിൽ നിന്ന് പഠിക്കേണ്ടത്, ഇസ്രയേലിൽ നിന്ന് പഠിക്കേണ്ടത്. അപ്പൊ ഇന്ത്യയെ അതിലേക്ക് കൊണ്ടുപോകാതെ എന്നാൽ നമ്മുടെ എതിരാളിക്ക് ആവശ്യമായ വാണിംഗ് കൊടുത്തുകൊണ്ട് അദ്ദേഹം പിൻവാങ്ങുകയുണ്ടായി. അപ്പം അതിനുശേഷം വെടിനിർത്തലുണ്ടായി. അതിനെ തുടർന്ന് അമേരിക്ക നമ്മൾക്ക് ഏർപ്പെടുത്തിയ ചുങ്കം, അതായത് ആദ്യം 25%, പിന്നെ പിഴ ചുങ്കമായിട്ട് 50%. അപ്പൊ ആ പിഴ ചുങ്കമായിട്ട് ചുമത്തിയിട്ടും അതിനെ നമ്മൾ വളരെ ശക്തമായി നേരിട്ടു എന്നുള്ളതാണ്. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഫോൺ കോൾ പോലും എടുക്കാതെ അല്ലെങ്കിൽ ആ തരത്തിൽ അദ്ദേഹം മാറി നിന്നു. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കുകയും അദ്ദേഹത്തിന്റെ ജന്മദിന ആശംസകൾ പറയുകയൊക്കെ ചെയ്തു. അത് വേറൊരു കാര്യം. പക്ഷെ ഡയലോഗ്, നമ്മുടെ ട്രേഡ് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ നമ്മളെ രാജ്യത്തിന്റെ ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന കണക്ക് പ്രകാരം നമ്മുടെ രാജ്യത്തെ ഒരു തരത്തിലും നമ്മുടെ എക്സ്പോർട്ടിനെ അത് ബാധിച്ചിട്ടില്ല. ഇറക്കുമതി കുറയുകയും നമ്മുടെ ഈ ഓഗസ്റ്റിൽ 2024 ഓഗസ്റ്റിനേക്കാളും 2025 ഓഗസ്റ്റിൽ നമ്മുടെ എക്സ്പോർട്ടും നമ്മുടെ ചരക്ക് കയറ്റുമതിയും വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ആ തരത്തിൽ കഴിഞ്ഞ ദിവസം ഹിന്ദു ദിനപത്രം വളരെ വലിയ ടൈറ്റിലോടെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ആ തരത്തിൽ നിൽക്കട്ടെ. അതുപോലെ G20 എന്നുള്ള സമ്മിറ്റ് നമ്മൾ നടത്തുകയുണ്ടായി. അപ്പൊ അതിലൂടെ നമ്മുടെ ലോകത്തിന്റെ മുന്നിൽ ഭാരതത്തിന്റെ ശക്തി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കരുത്ത് നമ്മുടെ സ്വാധീനം നമ്മൾ തെളിയിക്കുന്ന ഒരു അവസരമായി. ഈ അടുത്ത കാലത്ത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ, അതിലെ ബ്രിക്സ് തുടങ്ങിയ വേദികളിൽ, രാജ്യാന്തര വേദികളിൽ നമ്മുടെ രാജ്യം നൽകിയ നേതൃത്വം ലോകത്തിന്റെ മുഴുവൻ മാധ്യമങ്ങളുടെയും ശ്രദ്ധ നരേന്ദ്രമോദിയിലായിരുന്നു. ആ തരത്തിൽ അദ്ദേഹത്തിന് അന്താരാഷ്ട്ര തലത്തിൽ നേടിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. നമുക്ക് ഇവ ചുരുങ്ങിയ സമയം കൊണ്ട് അതിലേക്ക് പോകാൻ കഴിയില്ല. അപ്പം നമ്മുടെ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പം മുദ്രാ ലോൺ, തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് നേരത്തെ നമ്മളൊക്കെ ഗവൺമെന്റ് ജോലി എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ സങ്കല്പമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ തന്നെ എന്റർപ്രണേഴ്സ് ആയിട്ട് മാറ്റുന്നതിലേക്കും, അപ്പൊ ഇന്ന് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ടാക്സി ഡ്രൈവർമാര്, ഓട്ടോ ഡ്രൈവർമാരൊക്കെ തന്നെ സ്വന്തം ടാക്സിയിലാണ്, സ്വന്തം വാഹനത്തിലാണ് അവർ ടാക്സി. പഴയ കാലത്ത് അവർ കൂലിക്ക് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അവരെല്ലാം ആ ടാക്സിയുടെ ഓണർമാരാണ്. കാരണം അത് മുദ്രാ ലോൺ സംവിധാനത്തിലൂടെ മറ്റ് യാതൊരു ജാമ്യ വ്യവസ്ഥയും ഇല്ലാതെ അവർക്കത് നേടാൻ കഴിഞ്ഞു. നേരത്തെ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, സ്ത്രീകളെ സംബന്ധിച്ച് ജൻധൻ യോജന, അതായത് ഇന്ത്യയിലെ ഇന്ന് ഏതാണ്ട് എല്ലാ സ്ത്രീകൾക്കും, പ്രായപൂർത്തിയായ എല്ലാ സ്ത്രീകൾക്കും ഇന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ആ തരത്തില് ജൻധൻ യോജന എന്നുള്ള സംവിധാനത്തിലൂടെ എല്ലാ ആളുകളിലേക്കും ബാങ്കിങ് സേവനം എത്തിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ആ മേഖലയിലെ ഒരു കാര്യം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ തരത്തിൽ അപ്പൊ നമ്മളെ മുദ്രാ ലോൺ എന്നുള്ള മുദ്രാ സ്കീമിലൂടെ യുവാക്കളെ, അതുപോലെ തന്നെ വലിയൊരു ശതമാനം താഴെത്തട്ടിലുള്ള ആളുകളെ അവർക്ക് മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ നമ്മുടെ രാജ്യം നേടിയ വലിയ വികസനമുണ്ട് നമ്മുടെ മേഖലയിൽ. ഇത് ആ രംഗത്ത് നിൽക്കാം. നമുക്കിനി മറ്റ് പ്രധാനപ്പെട്ട വിഷയം എന്നാണ് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിന് സ്വതന്ത്ര രാജ്യം, ഇന്ത്യൻ സ്വതന്ത്രമായ ആ മാസം മുതൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ കാശ്മീരായിരുന്നു. അപ്പൊ കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുന്നതിന് കഴിയാതെ വരികയും ആർട്ടിക്കിൾ 370 പ്രത്യേക സ്റ്റാറ്റസ് നൽകി നിലനിർത്തുകയും ചെയ്തു. അപ്പം ഭരണഘടനയുടെ ഒരു ആനുകൂല്യവും അവിടുത്തെ ജനങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. അതായത് സ്ത്രീ പുരുഷ സമത്വം, സംവരണം, അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് തുടങ്ങിയിട്ടുള്ള ഒരു ഭരണഘടനാപരമായി നമ്മുടെ നാട്ടിലുണ്ടായ മറ്റു വിഷയങ്ങളൊന്നും തന്നെ കാശ്മീരിലെ ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഇന്ന് ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെയും പോലെ കാശ്മീർ മാറ്റിയിട്ടുണ്ട്. ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാശ്മീർ വലിയ മാറ്റം, കാശ്മീരിന്റെ വികസന പ്രക്രിയയിൽ വളരെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ടൂറിസം ഈ അടുത്ത കാലത്ത്
പഹൽഗാമിൽ ഒരു ആക്രമണം ഉണ്ടായത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കാശ്മീരിൽ ശാന്തിയും സമാധാനത്തിലേക്കും വികസനത്തിലേക്കും കാശ്മീർ പോവുകയാണ്. കാശ്മീരിന്റെ ഉണ്ടായ മാറ്റം അതുപോലെ തന്നെയാണ് മറ്റു മേഖലകളിൽ നമ്മുടെ രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് ശ്രദ്ധ അദ്ദേഹം പതിപ്പിച്ചു. അതുപോലെ റാഫേൽ പോലെയുള്ള നമ്മുടെ യുദ്ധവിമാനങ്ങൾ വരുന്ന കാര്യത്തിലാണെങ്കിലും S-400 പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രതിരോധ മേഖലയിൽ നമ്മുടെ രാജ്യം കൈവരിക്കേണ്ടായി കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ. അതിൽ മാത്രമല്ല നമ്മള് പാകിസ്ഥാന് 3 വാണിംഗ്, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പാകിസ്ഥാന് 3 വാണിംഗ് നമ്മൾ നൽകിയുണ്ടായി. സർജിക്കൽ സ്ട്രൈക്കിലൂടെയും ഓപ്പറേഷൻ സിന്ദൂർ വരെയുള്ള മൂന്ന് അവസരങ്ങൾ നമ്മൾ പാകിസ്ഥാനിലേക്ക് കടന്ന് കയറി തീവ്രവാദ അല്ലെങ്കിൽ അവരുടെ കേന്ദ്രങ്ങളെ താർക്കുന്നതിന് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ ചൈനയോട് ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്തില്ല. കാരണം ചൈന 2020 നമ്മുടെ ഏതാണ്ട് 20ഓളം വീര ജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി ഗാൽവാൻ ഇൻസിഡന്റ്. അതിനുശേഷം നമ്മൾ ചൈനയോട് വളരെ ശക്തമായ പറഞ്ഞു അവസാനിപ്പിക്കാം. അപ്പൊ ആ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ രാജ്യം അതിശക്തമായ വളർച്ചയിലേക്ക്, അപ്പം കോവിഡാനന്തര ലോകക്രമത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന വളർച്ചാ നിരക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുന്ന രാജ്യമാണ്. അപ്പം വളരെ സുസ്ഥിരമായ ഒരു സമ്പദ് വ്യവസ്ഥയും സുസ്ഥിരമായ ഒരു ഭരണവ്യവസ്ഥയും രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കപ്പെടുകയും അടിസ്ഥാന ജനവിഭാഗങ്ങൾ അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യവും സ്ത്രീകളുടെ ശാക്തീകരണവും അതുപോലെ തന്നെ ഭാരതത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങൾ, യോഗ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും അതുപോലെ പുതിയ വിദ്യാഭ്യാസ നയം, വഖഫ് ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ട്രിപ്പിൾ തലാഖ് ഒഴിവാക്കി തുടങ്ങിയിട്ടുള്ള ഒരുപാട് സാമൂഹ്യ വിഷയങ്ങളിലേക്ക് നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ആ തരത്തിലുള്ള മാറ്റങ്ങൾക്ക്, അത് ഭരണരംഗത്ത്, വികസന രംഗത്ത്, സാമ്പത്തിക മേഖലയിലെ, രാജ്യാന്തര മേഖലയിലെ, ഡിഫൻസ്, അതിലെ രാജ്യത്തിന്റെ സംസ്കാരം, ചരിത്രം, ഇതിലൊക്കെ തന്നെ അദ്ദേഹം നൽകിയ സംഭാവനകൾ, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള നമ്മുടെ വികസനം, ഇതെല്ലാം നമ്മൾ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ നമുക്ക് ഓർമ്മിക്കണം. തീർച്ചയായിട്ടും കൂടുതൽ കരുത്തോടെ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് പ്രാപ്തി ഉണ്ടാകട്ടെ, ഈശ്വരൻ അനുവദിക്കട്ടെ. നമസ്കാരം. ആശംസിക്കാം.